യോഹന്നാൻ 3:2 നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിക്കോദീമോസ് എന്ന് യഹൂദന്മാരിലെ വളരെ പണ്ഡിതനായ ഒരു മനുഷ്യൻ, അദ്ദേഹം വന്ന് യേശുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഗുരുവേ, നീ ദൈവത്തിൽ നിന്നുള്ളവനാണെന്നുള്ളത് എനിക്ക് നല്ലതുപോലെ മനസ്സിലാകുന്നുണ്ട്. എന്താ കാര്യം? നീ ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണുമ്പം ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഇത് യോഹന്നാൻ 3:2 നിങ്ങൾക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ ഈ അത്ഭുതങ്ങളെ കുറിച്ചും അടയാളങ്ങളെ കുറിച്ചും നിക്കോദീമോസ് യേശുവിനോട് പറയുമ്പോൾ യേശു അതിന് പ്രതിയുത്തരമായി, മറുപടിയായി, ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് ജീസസ് ആൻസേർഡ് ആൻഡ് സെഡ് എന്നാണ്. നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ കയറത്തില്ല. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് യു വിൽ നോട്ട് സീ ദ കിങ്ഡം ഓഫ് ഗോഡ്. നീ ദൈവരാജ്യം കാണത്തില്ല. അതിന്റെ അർത്ഥം അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതുകൊണ്ട് ഒരാൾക്ക് ഒരിക്കലും ദൈവരാജ്യം കാണാൻ സാധിക്കത്തില്ല, ദൈവരാജ്യത്തിൽ കടക്കാൻ സാധിക്കത്തില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവിച്ച വ്യക്തിയാണെങ്കിലും ദൈവരാജ്യം കാണണമെന്ന് നിർബന്ധമില്ല. യേശു അതിനെ തുടർന്ന് 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ അതേ അധ്യായം നിങ്ങൾ വായിക്കുമെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു പറഞ്ഞു, ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാണ്, ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മാവാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കും എനിക്കും ജഡീകമായിട്ടൊരു ജനനം നമ്മുടെ മാതാപിതാക്കന്മാർ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ അകത്തൊരു ആത്മാവിരിപ്പുണ്ട്. ആത്മാവാണ് റിയലി നമ്മൾ. ആ ആത്മാവിന് ഒരു വീണ്ടും ജനനം, അതിനെ ജനിപ്പിക്കണം. അതിനെ ജനിപ്പിക്കുന്ന ആ പ്രോസസ്സിന്റെ പേരാണ് വീണ്ടും ജനനം. ആത്മാവിനെ വീണ്ടും ജനിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, ദൈവവചനത്താലാണ് വീണ്ടും ജനിപ്പിക്കുന്നത്. അവിടെ നമുക്ക് വചനത്തിൽ നമ്മൾ എങ്ങനെയാ വായിക്കുന്നത്? കെടുന്ന ബീജത്താലല്ല, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ അത്രേ നിങ്ങൾ വീണ്ടും ജനിച്ചത്. സോ ഈ വീണ്ടും ജനനത്തെ കുറിച്ച് യേശു പറഞ്ഞിട്ട് അടുത്തത് പറയുക അതേ ഭാഗത്തില്, കാറ്റിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാറ്റിനെ നിങ്ങൾക്ക് കാണാൻ മേല. എന്നിട്ട് യേശു പറയാ, ആത്മാവിൽ നിന്ന് ജനിച്ചവനും അതുപോലെയാണ്. കാറ്റ് എവിടുന്ന് വരുന്നു, കാറ്റ് എവിടേക്ക് പോകുന്നു എന്ന് ആർക്കും കാണാൻ സാധിക്കത്തില്ല. പക്ഷെ കാറ്റിനെ അനുഭവിക്കാൻ സാധിക്കും ഒരു വ്യക്തിക്ക്. ഒരു വ്യക്തിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല, കാറ്റ് ദേണ്ട ഇവിടുന്ന് വരുന്നു, ദേണ്ട അങ്ങോട്ട് പോയി എന്നൊരു വ്യക്തിക്ക് കാറ്റിനെ കുറിച്ച് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ കാറ്റ് എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് ഒരു വ്യക്തിക്ക് പറയാൻ സാധിക്കുന്നത് പോലെ യേശു പറഞ്ഞു, വീണ്ടും ജനിച്ചവനും ആത്മാവിൽ നിന്ന് ജനിച്ചവനും അങ്ങനെയാ ജനിക്കുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം, എനിക്ക് വീണ്ടും ജനനം എന്നതാണ് എന്ന് എന്നെ കൊണ്ട് അറിയിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്കറിയാം എൻ്റെ ഉള്ളിൽ എന്തോ ഒരു കാര്യം സംഭവിച്ചു. എനിക്കിപ്പോ യേശു റിയൽ ആയിട്ട് തോന്നുന്നു. യേശു ഒരു ദൂരെ എവിടെയോ കേട്ട ഒരു കഥയല്ല, യേശു റിയൽ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നു. സ്വർഗം റിയൽ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നു. നരകം റിയൽ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നു. എന്നാൽ ഇത് മനസ്സിലാകാത്തിടത്തോളം കാലം ആ വ്യക്തി വീണ്ടും ജനിക്കുന്നില്ല. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ, വീണ്ടും ജനനം എന്ന് പറയുന്നത് വെളിയിലുള്ള ഒരു അടയാളവും ഒരു വ്യക്തിക്ക് കാണിക്കാൻ സാധിക്കാതെ ഉള്ളിൽ മാത്രമായി സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, വീണ്ടും ജനിക്കുന്നവൻ കാറ്റ് പോലെ ആകുന്നു. ആ കാറ്റിന്റെ അനുഭവം അവൻ അറിയാം, പക്ഷെ കാണാൻ സാധിക്കുന്നില്ല. വെളിയിലൊന്നും കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ ഉള്ളില് അവൻ ആ കാറ്റ് അനുഭവിക്കുന്നവൻ, കാറ്റുണ്ട്, കാണിച്ചേ എന്ന് ചോദിച്ചാൽ അവന് കാണിക്കാൻ പറ്റത്തില്ല. യേശു റിയൽ ആണെന്ന് പറയുന്നത്, കാണിച്ചേ, ഇല്ല എനിക്കറിയത്തില്ല, കാണിക്കാൻ പറ്റത്തില്ല. ഇത് എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന അനുഭവമാണ്. സോ യേശു പറഞ്ഞു, വീണ്ടും ജനനം എന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടാകുന്ന ഉറപ്പാണ്, ഉള്ളിലുണ്ടാകുന്ന അനുഭവം. അതിനും വെളിയിലുള്ള ഒരു കാര്യങ്ങൾക്കും സംബന്ധമില്ല. ഞാൻ ഈ പറയുന്നത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് വളരെ പ്രസക്തിയുള്ള കാര്യമാണ്. ആരാ വീണ്ടും ജനിച്ചത്? വീണ്ടും ജനിച്ചവൻ തൻ്റെ ഉള്ളിൽ ആർക്കും ഇനി തന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, യേശു റിയലാണ്.
രാജാതിരാജാവും കർത്താതി കർത്താവുമാണ്. അവൻ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇനി അവൻ വീണ്ടും വരും. ഒരു രക്ഷകന്റെ ആവശ്യം എനിക്ക് ഉണ്ട്. സ്വർഗവും നരകവും റിയലാ. ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വെറും നിമിഷ നേരത്തിനുള്ളിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആർക്കും പറഞ്ഞു തരാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ബോധ്യം ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുന്നതാണ് വീണ്ടും ജനനം. ആ വീണ്ടും ജനിച്ച വ്യക്തി സ്നാനപ്പെടും. അതുകൊണ്ടാണ് വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കും. അവൻ ഉറപ്പായിട്ടും സ്നാനപ്പെടും. ഞാൻ ഇതിന് മുന്നേ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, സ്നാനപ്പെടുന്ന എല്ലാവരും വീണ്ടും ജനിച്ചവരാണെന്ന് പറയാൻ സാധിക്കത്തില്ല. ബിക്കോസ് സ്നാനം എന്നത് പറയുന്ന ജഡത്തിൽ നിർവഹിക്കുന്ന ഒരു കർമ്മമാണ്. അത് ആർക്കും വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ വീണ്ടും ജനിച്ച ഒരു വ്യക്തി സ്നാനപ്പെടാതെ ഇരിക്കത്തില്ല. സ്നാനം ദൈവിക കൽപ്പനയാണെന്ന് അവൻ അറിയാൻ അവൻ സ്നാനത്തിനകത്തോട്ട് വരും. നോ, ഈ വീണ്ടും ജനനം എന്ന ഉള്ളിലെ അനുഭവം പ്രാപിച്ച വ്യക്തി, ആ വ്യക്തിയെ പിശാച് എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ചിന്താവിഷയം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ജനനം എന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് കടക്കുന്നത്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒന്ന്, യഥാർത്ഥത്തിൽ വീണ്ടും ജനനം ഉണ്ടായിട്ടുണ്ടോ എന്നൊരാൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. രണ്ട്, വീണ്ടും ജനനം പ്രാപിച്ചിട്ടുണ്ട്, പക്ഷേ എന്നെ ഇതിലേക്ക് തിരിക്കാൻ നോക്കുന്നത് പിശാചാണ്. പിശാചിന്റെ അടവ് അഥവാ പിശാചിന്റെ തന്ത്രം എവിടെയാ ഇരിക്കുന്നത് എന്ന് തിരിച്ചറിയാനും സാധിക്കും. സോ ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് പറയുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയ പരിശോധന ചെയ്ത് മനസ്സിലാക്കുക എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്. സോ യേശുവിന് ഉണ്ടായ 3 പരീക്ഷണം, ആ 3 പരീക്ഷണത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ബിക്കോസ് പിശാചിന്റെ സ്ട്രാറ്റജിക്ക് ഒരു മാറ്റവും. പിശാചിന്റെ സ്ട്രാറ്റജി എപ്പോഴും ഒരുപോലെ തന്നെയാണ്. ആ സ്ട്രാറ്റജി മാറത്തില്ല. അതേ സ്ട്രാറ്റജിയാണ് എല്ലാരോടും താൻ ഉപയോഗിക്കുന്നത്. അപ്പം വീണ്ടും ജനിച്ച ഒരുത്തനെ എങ്ങനെയാ വീഴ്ത്താനായിട്ട് പിശാച് നോക്കുന്നത്? അപ്പോൾ തന്നെ അവൻ വീഴ്ത്തുന്ന വലയിൽ ഒരാൾ വീണിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും സ്വയപരിശോധന ചെയ്യാനായിട്ട് നമുക്കുള്ള ഒരു ഏറ്റവും നല്ല അവസരമാണ് അടുത്ത ചില നിമിഷങ്ങൾ. സോ നമുക്ക് മത്തായി സുവിശേഷം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ സുപരിചിതമായതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം 3 പരീക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു. സോ ഞാൻ ഓരോ പരീക്ഷണമായിട്ട് ഞാൻ മുന്നോട്ട് പോകുവാൻ പോവുകയാണ്. ഓരോ പരീക്ഷണം, ആ ഓരോ പരീക്ഷണത്തിൽ നിന്നും പിശാചിന്റെ തന്ത്രം എവിടെയാ ഇരിക്കുന്നത് എന്നുള്ളത് ഇന്ന് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ വിളമ്പുവാൻ ആഗ്രഹിക്കും. ആദ്യത്തെ പരീക്ഷണമാണ് 40 ദിവസം തന്റെ ഉപവാസം കഴിഞ്ഞതിന് ശേഷം യേശുവിന് ആദ്യം ഉണ്ടാകുന്ന പരീക്ഷണമാണ്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം, തനിക്ക് വിശന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ വിശപ്പ് എന്ന തന്റെ വികാരം, തന്റെ ശാരീരികമായ ഒരു ആവശ്യം അവിടെ നിൽക്കുമ്പോൾ ആണ് പിശാച് പറയുന്നത്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് നീ അപ്പമായി തീരാൻ കൽപ്പിക്കുക. നോ, ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിശാച് ഇവിടെ സംശയമാണ് ഇടുന്നത്. അതാണ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള മനസ്സിലാക്കുന്ന ഒരു രംഗം. പക്ഷെ അതിന്റെ ആഴത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അതിനകത്ത് പിശാച് അവിടെ ലിങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നിനക്കിപ്പം ഒരു വീണ്ടും ജനിച്ച പൈതൽ എന്ന് പറയുന്നത് വചനം പറയുക, തന്നെ കൈക്കൊണ്ട് തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ താൻ അവകാശം കൊടുത്തു. അപ്പൊ ഓരോ വീണ്ടും ജനിച്ച ദൈവ പൈതലിന്റെയും അടുക്കലേക്ക് വരുന്ന ഒരു ഏറ്റവും വലിയ പിശാചിന്റെ തന്ത്രമാണ്,
നീ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഈ ശാരീരികമായിട്ടുള്ള ആവശ്യം നിറവേറാൻ നീ പ്രാർത്ഥിക്കും. നീ ശാരീരികമായിട്ടുള്ള നിന്റെ ഈ ആവശ്യം നിറവേറാൻ നീ കൽപ്പിക്കും. നോ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എന്റെ ഉള്ളിലെ വീണ്ടും ജനനം എന്ന് പറയുന്നതിനും എന്റെ വെളിയിലുള്ള സാഹചര്യങ്ങൾക്കും യാതൊരു കണക്ഷനുമില്ല. കാറ്റുപോലെ തന്നെ. കാണാൻ ഒന്നുമില്ല, തൊട്ട് കാണിക്കാൻ ഒന്നുമില്ല. പക്ഷെ വീണ്ടും ജനനം ഉണ്ടാകുന്നത് എന്റെ അകത്താണ്. പക്ഷേ പിശാചിന്റെ ഏറ്റവും വലിയ അടവാണ്, നീ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ശാരീരികമായ ആവശ്യം നിറവേറട്ടെ, നിന്റെ ഭൗതികമായ ഒരു ആവശ്യം നിറവേറട്ടെ. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനത്താലും ജീവിക്കും. എന്ന് വെച്ചാൽ പിശാചേ, നീ എന്റെ സ്ഥാനത്തെ ഒരു ഭൗതികവുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക. പക്ഷെ സോറി പിശാചേ, എന്റെ ഭൗതികമായിട്ടുള്ള ആവശ്യം നടന്നാലും നടന്നില്ലെങ്കിലും, ഭൗതികമായിട്ടുള്ള എന്റെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിലും നടന്നിട്ടില്ലെങ്കിലും ഞാൻ വീണ്ടും ജനിച്ചു എന്നുള്ളത് സത്യമാണ്. ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ് എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി മിക്കവാറും ഞാൻ ദൈവ പൈതലാണെന്ന് പറയുന്ന എല്ലാവരും അത്ഭുത സാക്ഷ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്ന മുഴുവൻ കാര്യവും ഭൗതികമാണ്. എനിക്ക് സൗഖ്യം കിട്ടി, എനിക്ക് കാറ് കിട്ടി, എനിക്ക് വീട് കിട്ടി, മോടെ കല്യാണം നടന്നു, വിസ കിട്ടി, ഇതെല്ലാമാണ് സാക്ഷ്യം. ഇത് പറയുമ്പോൾ മറക്കരുത്, നിന്റെ ഉള്ളിലുണ്ടായ അനുഭവത്തിനും വെളിയിലുണ്ടാകുന്ന അനുഭവത്തിനും ഒരു കണക്ഷനുമില്ല. വീണ്ടും ജനിച്ച ദൈവ പൈതലിനെ സംബന്ധിച്ച് വെളിയിൽ എന്ത് നടന്നാലും നടന്നില്ലെങ്കിലും വീണ്ടും ജനനം എന്നുള്ളത് റിയൽ ആണെങ്കിൽ തന്നെ ആർക്കും ഇളക്കാൻ സാധിക്കത്തില്ല. He knows, she knows, I am a child of God. ഞാൻ ദൈവ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ് എന്ന ഉറപ്പ് വെളിയിലുള്ളതുമായിട്ട് കണക്ട് ചെയ്യരുത്. വെളിയിലുള്ളതുമായിട്ട് കണക്ട് ചെയ്താൽ എന്താ കുഴപ്പം ബ്രദറെ? ഞാൻ കുഴപ്പം പറഞ്ഞുതരാം. മതങ്ങൾ അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഞാൻ മതം എന്ന് പറയുമ്പോൾ ക്രിസ്തീയ മതം ഉൾപ്പെടെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് ക്രിസ്തീയ മതം ഉൾപ്പെടെ എല്ലാ മതങ്ങളും എന്താ പഠിപ്പിക്കുന്നത്? നീ ഇവിടെ വന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ദൈവത്തെ അന്വേഷിച്ചാൽ നീ ചോദിക്കുന്ന കാര്യം നടന്ന് കിട്ടും. പക്ഷേ ആ കേന്ദ്രങ്ങളിലും ആ സ്ഥലങ്ങളിലും അവിടെ എല്ലാ അത്ഭുതങ്ങളും നടക്കുന്നുണ്ട്. എവിടെയാ? എത്രയോ അത്ഭുതങ്ങൾ നടക്കുന്ന കേന്ദ്രങ്ങളുണ്ട്, എത്രയോ അത്ഭുതങ്ങൾ നടക്കുന്ന കേന്ദ്രമുണ്ട്. അവിടെ എല്ലാം നടക്കാത്ത ഒരു കാര്യമുണ്ട്, വീണ്ടും ജനനം. പക്ഷെ ഇന്ന് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം വീണ്ടും ജനനം പറയുന്നിടത്തും വീണ്ടും ജനനത്തിന്റെ വലിപ്പത്തെ കുറച്ച് അതിനെ ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഞങ്ങൾ ഇപ്പോൾ അത്ഭുത സാക്ഷ്യങ്ങൾ ഉള്ള വ്യക്തികളാണ് എന്ന് പറയുന്ന ലെവലിലേക്ക് അവരെ മാറ്റി. യേശു ഭൂമിയിലുള്ളപ്പോൾ തൻ്റെ അടുക്കലേക്ക് വിളിച്ചവരോട് യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ വേറൊരു ക്ലാസ്സിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ആ മെസ്സേജ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, യേശു തൻ്റെ അടുക്കലേക്ക് വിളിച്ചത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ ഏവരും എൻ്റെ അടുക്കൽ വരുവിൻ. മത്തായി 11:28. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നാണ് മലയാളം ബൈബിൾ പറയുന്നത്. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത നൽകാം എന്നാണ് പറയുന്നത്. ആ സ്വസ്ഥതയാണ് വീണ്ടും ജനനത്തിന്റെ ഏറ്റവും വലിയ പ്രൂഫ്. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. സ്വസ്ഥത എന്നുള്ളത് ഒരു വ്യക്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല, അത് അനുഭവമാണ്.
ഇറ്റ് ഇസ് എൻ എക്സ്പീരിയൻസ്. അതിനാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ്. ഇറ്റ് ഈസ് ലൈക്ക് എക്സ്പീരിയൻസിങ് ദ വിൻഡ്. കാറ്റ് അനുഭവിക്കുന്നത് പോലെയാണ്. എവിടുന്നാ വരുന്നതെന്ന് കാണാൻ മേല, എങ്ങോട്ടാ പോകുന്നതെന്ന് കാണാൻ മേല, പക്ഷെ എനിക്ക് അനുഭവിക്കാം. ഇറ്റ് ഈസ് ഇൻസൈഡ്, എന്റെ ഉള്ളിലാ അനുഭവം ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കാറ്റ് അനുഭവിക്കുന്നത് പോലെ തന്നെയാണ് വീണ്ടും ജനനമെങ്കിൽ വെളിയിൽ നടക്കുന്ന ഒരു കാര്യവുമായിട്ട് അതിന് സംബന്ധമില്ല. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത നൽകാം. സ്വസ്ഥത എന്ന് പറയുന്നത് വെളിയിൽ നടക്കുന്ന ഒരു കാര്യവുമായിട്ട് ലിങ്ക്ഡ് അല്ല. അങ്ങടെ യേശു അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് ബോട്ടയിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ കാറ്റ് രൂക്ഷമാകുന്നു, കടൽ രൂക്ഷമാകുന്നു, പക്ഷെ യേശു തലകട വെച്ച് അമരത്ത് കിടന്ന് ഉറങ്ങി എന്ന് നമ്മൾ വായിക്കുന്നു. അതിന്റെ പേരാണ് സ്വസ്ഥത, അതിന്റെ പേരാണ് സമാധാനം. അത് ഉള്ളിലാ. അതാർക്കും കാണാൻ സാധിക്കത്തില്ല, അതാർക്കും തൊടാൻ സാധിക്കത്തില്ല. അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ പിശാചിന്റെ ഏറ്റവും വലിയ അടവ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഭൗതികമായ ഒരു കാര്യവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീണ്ടും ജനനം എന്ന അനുഭവത്തിൽ നിന്നുണ്ടാകുന്ന സ്വസ്ഥതയിൽ നിന്ന് അവനെ താഴേക്ക് ഇറക്കി അവനെ ജഡത്തിൽ നടത്താൻ വളരെ എളുപ്പമാണ്. എന്നെ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ആത്മാവിന്റെ അനുഭവം ജഡത്തിന്റെ മേളിലാണ്. പക്ഷെ ജഡത്തിന്റെ മേളിലുള്ള ആത്മാവിന്റെ അനുഭവത്തിൽ ഒരുത്തൻ മുൻപോട്ട് പോകുമ്പോൾ ജഡത്തിലുള്ള ഒന്നിനും അവനെ തളർത്താൻ സാധിക്കത്തില്ല. പിശാചിന്റെ ഏറ്റവും വലിയ അടവ് ആ ആത്മീക അനുഭവത്തെ ജഡവുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യും. അതാണ് മതങ്ങൾ. എല്ലാ മതവും, ഞാൻ പറയുന്ന ക്രിസ്തീയ മതം ഉൾപ്പെടെ എല്ലായിടത്തും നിങ്ങൾ നോക്കിയാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കുമെന്നല്ലേ അവരും പറയുന്നേ. പക്ഷെ യേശു പറഞ്ഞില്ല, അത്ഭുതം പറഞ്ഞ് യേശു വിളിച്ചില്ല. യേശു നിന്റെ മോളെ കെട്ടിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചില്ല. യേശു പറഞ്ഞത് ഒന്നേ ഉള്ളൂ, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം. ഞാൻ ഈ സ്വസ്ഥതയുടെ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നെ ഒന്നുകൂടെ അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരികയാണ്. നമ്മള് മത്തായി 11:28-29 പറയാ, നുകമെടുത്ത് എന്നിൽ നിന്ന് പഠിപ്പിൻ. അപ്പം ക്രിസ്തീയ ജീവിതത്തിന് ഒരു പഠനമുണ്ട്. മത്തായി 12-ാം അധ്യായത്തിൽ യേശു പറഞ്ഞ ഒരു ഉപമയിൽ താൻ പറയുന്നുണ്ട്, ഒരു അശുദ്ധാത്മാവ്, ഒരു ദുരാത്മാവ് അത് ഒരുത്തനിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അത് വെള്ളമില്ലാത്ത പ്രദേശത്തിൽ കൂടെ എല്ലാം പോയി, ഡ്രൈ പ്ലേസസിൽ കൂടെ എല്ലാം പോയി. മലയാളം ബൈബിൾ പറയുന്ന അത് തണുപ്പ് അന്വേഷിച്ച് സഞ്ചരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിന്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് ബൈബിളില് സീക്കിംഗ് റെസ്റ്റ് എന്ന, അത് സ്വസ്ഥത തേടി നടക്കുക. ഈ ദുരാത്മാവെന്ന് പറയുന്നത് സ്വസ്ഥത ഇല്ലാതെ വലയുന്ന ആത്മാവാണ്. അതിന് ഭൂമിയിലുള്ള വേറെ ഒന്നും വേണ്ട. അതിന് പൊന്നു വേണ്ട, പൊരുള് വേണ്ട, അതിന് വേറെ ഒന്നും വേണ്ട. അതിന് വേണ്ടിയത് ഒന്നേ ഉള്ളൂ, സ്വസ്ഥത. ആ സ്വസ്ഥത ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ, ഈ ശരീരത്തിനകത്തിരിക്കുമ്പോൾ ഓരോ ആത്മാവിനും നൽകാം എന്ന് പറഞ്ഞ് വാഗ്ദത്തം ചെയ്താണ് യേശു വിളിച്ചത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, സ്വസ്ഥതയാണ് ആത്മാവിന് ഏറ്റവും അത്യാവശ്യം. നമ്മുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് നമ്മുടെ ആത്മാവിന്റെ സ്വസ്ഥത ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുമ്പോൾ കിട്ടുന്നതാണ്. നോ, ദയവേത് തെറ്റിദ്ധരിക്കരുത്. ആത്മാവിന്റെ സ്വസ്ഥതയ്ക്കും ഭൂമിയിലെ കാര്യങ്ങൾക്കും യാതൊരു സംബന്ധവുമില്ല. അതുകൊണ്ടാണ് യേശു ആ പരീക്ഷയിൽ വീണില്ല. നിന്റെ ഈ പുതിയ അനുഭവം, നീ ദൈവപുത്രനാണെന്ന് പറയുന്നുണ്ടല്ലോ, ആ ദൈവപുത്രനാണെന്നുള്ള അനുഭവം നമുക്ക് ഓരോരുത്തർക്കും തരാനായിട്ടാണ് യേശു കാൽവറി ക്രൂശിൽ മരിച്ചത്. നിന്റെ ആ പുതിയ അനുഭവം ഉണ്ടല്ലോ, നീ പുതിയ, അപ്പൊ അത് അങ്ങനെയാണ് നിന്റെ രോഗം ഒന്ന് സൗഖ്യമാകട്ടെ, അങ്ങനെയാണ് നിന്റെ ആ വീട് ഒന്ന് മേടിക്കാൻ പറ്റട്ടെ, അല്ലെങ്കിൽ മറ്റേ ലോൺ ഒന്ന് പാസ്സാകട്ടെ, അല്ലെ മറ്റേ കാർ ഒന്ന് കിട്ടട്ടെ, അപ്പൊ നമുക്ക് വിശ്വസിക്കാം. അതാണ് മതം. മതം എന്ന് പറയുന്നത് നിന്റെ നീ വന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ ഭൗതിക ആവശ്യം നിറവേറും. അതാ മതം. എത്രയോ അത്ഭുതങ്ങൾ നടക്കുന്ന കേന്ദ്രങ്ങളുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ. യേശുവിന്റെ പേര് പറയാത്തിടത്തും എത്രയോ സ്ഥലങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പ്രാഗൽഭ്യത്തോടെ പറയാം, വീണ്ടും ജനനം എന്ന അനുഭവം യേശുവിന് മാത്രമേ തരാൻ സാധിക്കൂ. പക്ഷെ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി വീണ്ടും ജനനം പ്രസംഗിക്കേണ്ടി വരും, അത്ഭുതങ്ങളാണ് പ്രസംഗിക്കുന്നത്.
അത്ഭുതം പറഞ്ഞാലല്ലേ ജനം വരത്തുള്ളൂ, അത്ഭുതം പറഞ്ഞാലല്ലേ ആള് വരത്തുള്ളൂ. പറ്റുന്ന പ്രശ്നം അവരാദ്യമേ മനസ്സിലാക്കുന്നത് വീണ്ടും ജനനം എന്നത് തന്നെ അത്ഭുതമാണ്, വീണ്ടും ജനനം എന്ന് പറയുന്നത് തന്നെ രോഗസൗഖ്യമാണ്, വീണ്ടും ജനനം എന്ന് പറയുന്നത് തന്നെ ഒരു ആവശ്യം നിറവേറുന്നതാണ്. ആ ട്രാപ്പിലാണ് പിശാച് പലരെയും ആക്കാൻ നോക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വീണ്ടും ജനനം എന്ന് പറയുന്നതിനും വെളിയിലുള്ളതിനും സംബന്ധമില്ല. ഞാൻ വീണ്ടും പറയാം, ദുരാത്മാവ് ഒരു മനുഷ്യനിൽ നിന്ന് വിട്ടുപോയതിനു ശേഷം അത് അന്വേഷിക്കുന്ന ഏക കാര്യം സ്വസ്ഥതയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരാത്മാവിന്, നിങ്ങളും ഞാനും ആത്മാവാണ്, ഈ ശരീരം ടെമ്പററിയാണ്, ഈ ആത്മാവിന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് സ്വസ്ഥതയാണ്. ആ നിധി തരുന്നത് യേശുവാണ്. വേറെ ആർക്കും ആ സ്വസ്ഥത നൽകാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസിനും വീണ്ടും ജനനത്തിന്റെ അനുഭവം ഉണ്ടായപ്പോൾ അടുത്ത ദിവസം തന്നെ കൊല്ലാൻ പോകുക എന്ന് പറഞ്ഞിട്ട് പോലും ചേവകർക്കിടയിൽ തനിക്ക് സ്വസ്ഥതയോടെ ഉറങ്ങാൻ സാധിച്ചു. ഞാൻ ഈ പറയുന്നത് വളരെ ശ്രദ്ധിച്ചു. വെളിയിലുള്ള സാഹചര്യത്തോട് എൻ്റെ ജീവിതത്തെ ഞാൻ എപ്പോൾ താരതമ്യപ്പെടുത്തുന്നോ, രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു കാണും. ഒന്ന്, വീണ്ടും ജനനമേ ഉണ്ടായിട്ടില്ല. രണ്ട്, വീണ്ടും ജനനം ഉണ്ടായി, പക്ഷെ പിശാച് വഴി തെറ്റിച്ച് ആത്മാവിനെയും ജഡത്തെയും ലിങ്ക് ചെയ്ത് ആത്മാവിന്റെ അനുഭവത്തിൽ നിന്ന് ജഡത്തിലോട്ട്, താണ അനുഭവത്തിലോട്ട് കൊണ്ടുപോകുന്ന അനുഭവമാണ്. ഞാനിത് പറയുമ്പോൾ ഞാൻ പലരുടെയും സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. എല്ലാവരുടെയും സാക്ഷ്യങ്ങൾ മിക്കവാറും എല്ലാവരുടെയും സാക്ഷ്യങ്ങൾ ഭൗതികമാണ്. ജോലി കിട്ടി, സൗഖ്യം കിട്ടി, വീട് കിട്ടി, കാറ് കിട്ടി, വിസ കിട്ടി, മോളെ കെട്ടിച്ചു, നല്ല അലയൻസ് കിട്ടി. പക്ഷേ പൗലോസ്ലീഹ കുറച്ചുപേരെ, നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചോ എന്നാ ചോദിച്ചു. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞ ആരുടെയിൽ നിന്നും കേട്ടിട്ടില്ല എനിക്ക് യേശുവിനെ അറിഞ്ഞതിന് ശേഷം എനിക്ക് അഭിഷേകം ലഭിച്ചു എന്ന് എനിക്കൊരു സാക്ഷ്യമുണ്ട്. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ വരം ലഭിച്ചു, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചു, എനിക്ക് യേശുവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടായി. I have not heard. No. ഞാൻ ഇന്നൊരു സ്ഥലം എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നു. ചുമ്മാ ഞാൻ നോക്കുകയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 21:9 8 പറയുന്നത് ഫിലിപ്പ് ദ ഇവാഞ്ചലിസ്റ്റിനെ കുറിച്ചാണ്. അവിടെ വചനം രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഫിലിപ്പ് ദ ഇവാഞ്ചലിസ്റ്റിന് 4 പെമ്പിള്ളാരുണ്ടായിരുന്നു. 2 പേര് UK-യിലും 2 പേര് USA-യിലും പോയ നല്ല അവിടെ എഴുതിയത് 4 പേരും പ്രവചിക്കുന്നവരായിരുന്നു എന്നാ എഴുതിയിരിക്കുന്നത്. ഇന്ന് എത്ര മാതാപിതാക്കന്മാര് നിങ്ങളുടെ മക്കളെ കുറിച്ച് അങ്ങനെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്? എന്റെ മോള് UK പോയി കേട്ടോ, അത്ഭുത സാക്ഷ്യം. എന്റെ മോക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി കേട്ടോ, അത്ഭുത സാക്ഷ്യം. എന്റെ മോടെ കല്യാണം നടന്നു കേട്ടോ. എന്റെ മോൾ എന്നും 1 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ മോൻ എല്ലാ ദിവസവും വചനം വായിക്കുന്നു. എന്റെ മക്കള് സഭായോഗം മുടക്കാതെ, ബാക്കി എന്തുണ്ടെങ്കിലും അവർ സഭായോഗം മുടക്കാതെ അവർ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ള ഒരു സാക്ഷ്യം ഞാൻ എവിടെയും കേട്ടില്ല കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട്. ഇന്നത്തെ സാക്ഷ്യങ്ങളെല്ലാം ഭൗതികം. ഇപ്പൊ ഭൗതികം ലഭിക്കത്തില്ലേ? ഞാൻ അവസാനം അത് അഡ്രസ് ചെയ്യാം, ഉറപ്പായിട്ടും അഡ്രസ് ചെയ്യാം. പക്ഷെ വീണ്ടും ജനനത്തിന്റെ അടയാളമല്ല ഭൗതികം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വീണ്ടും ജനനത്തിന്റെ അടയാളം ഭൗതികമാണെങ്കിൽ ബിൽഗേറ്റ്സ് അല്ലേ ഏറ്റവും നന്നായിട്ട് വീണ്ടും ജനിച്ചത്? വാറൻ ബഫറ്റ് അല്ലേ ഏറ്റവും നന്നായിട്ട് വീണ്ടും ജനിച്ചിരിക്കുന്ന വ്യക്തി?
മുകേഷ് അംബാനി അല്ലേ ഏറ്റവും നല്ല വീണ്ടും ജനനം പ്രാപിച്ച ആൾ? നിങ്ങളെ ചിന്തിപ്പിക്കാനാണ് ഞാൻ ഈ ചോദ്യം പറയുന്നത്. ചിന്തിക്കുക. യേശു വിശന്നിരിക്കുന്ന സമയത്ത് പിശാചിന്റെ ഈ തന്ത്രത്തെ താൻ മനസ്സിലാക്കി. അതുകൊണ്ട് യേശു പറഞ്ഞു, മോനെ, എന്റെ ഭൗതികം അവിടെ നിൽക്കട്ടെ, എനിക്ക് ഈ വചനം ഇതാ അത്യാവശ്യം, ഇതാ അത്യാവശ്യം. വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ അടയാളമായിട്ട് തന്നെ ഞാനൊരു കാര്യം പറയാം. 1 പത്രോസ് 2:2 ഇങ്ങനെയാ പറയുന്നത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നിങ്ങൾ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കുന്നവരായി. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്ന യു ഷുഡ് ക്രേവ് ഫോർ ഇറ്റ്, ക്രേവ് ഫോർ ഇറ്റ്. യേശു പറയാ, ഭൗതികം അവിടെ നിൽക്കട്ടെ, എന്റെ ഭൗതിക ആവശ്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് വചനമാ വേണ്ടിയത്. ആരാ പറയുന്നതെന്നറിയാവോ? വചനമായവൻ. വീണ്ടും ജനിച്ചതിന്റെ ഒരു ഏറ്റവും വലിയ അടയാളമാണ്. അപ്പന്റെ കൃപയാൽ നിങ്ങൾ പലർക്കും അറിയാവുന്നതുപോലെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെയും കൂടെ അപ്പൻ തന്നു. അവനെ ആരും പഠിപ്പിച്ചിട്ടില്ല, അവനോട് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ അവൻ കരയുന്ന ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാ പാല് കിട്ടാനായിട്ട്. അവനിൽ ജീവൻ ഉള്ളതിന്റെ ഏറ്റവും വലിയ അടയാളം അവൻ പാലിന് വേണ്ടി കൊതിക്കുകയും പാലിന് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നതാ. പത്രോസ്ലിയ അതാ പറയുന്നത്. അതുപോലെ ഈ ശരീരത്തിലെ ജീവൻ ലഭിച്ച ഒരു കുഞ്ഞ് അമ്മയുടെ പാലിന് വേണ്ടി കരഞ്ഞ് ആഗ്രഹിച്ച് അത് കുടിക്കുന്നത് പോലെ വീണ്ടും ജനിച്ച ദൈവ പൈതൽ വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കുന്നവൻ. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ടല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനത്താൽ. വചനവുമായിട്ട് നമുക്ക് ആർത്തി വരുന്നില്ലെങ്കിൽ 2 കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. 1, വീണ്ടും ജനിച്ചിട്ടുണ്ടോ ഇല്ലയോ. 2, വീണ്ടും ജനിച്ചതാ, പക്ഷെ പിശാച് വഴിതെറ്റിച്ചു. എന്താ കാര്യം? എപ്പം ഭൗതികം കേറി ആത്മീകത്തിന്റെ ഈക്വേഷനിൽ കയറുന്നോ അന്ന് തീർന്നു വചനവുമായിട്ടുള്ള സഞ്ചാരം. വചനവുമായിട്ടുള്ള കണക്ഷൻ അന്നോടെ തീരും. പിന്നെ ഭൗതികമാണ് നമ്മളെ നയിക്കുന്നത്. ഭൗതിക ആവശ്യം നിറവേറിയാൽ ഞാൻ നല്ല വിശ്വാസി. ഇന്നെനിക്ക് വളരെ സങ്കടമുള്ള കാര്യം, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വീണ്ടും ജനിച്ച വിശ്വാസിയാണെന്ന് പറയുന്നവരുടെ കയ്യിൽ ഒരു ബൈബിള് പോലും ഇല്ലാത്തവർ, ചില പ്രസംഗങ്ങൾ മാത്രം കേട്ട് അവര് പറയുന്നത് ഏറ്റുപറഞ്ഞ് ഞങ്ങളും വിശ്വാസിയാന്ന് നടക്കുന്ന എത്രയോ പേർ. I want to ask you a question. Do you have your Bible? Do you read your Bible? Do you have a craving for the Bible? നിനക്ക് വചനം എന്ന ഈ മായമില്ലാത്ത പാലിനോട് നിനക്ക് കൊതി തോന്നുന്നില്ലെങ്കിൽ, ആഗ്രഹം തോന്നുന്നില്ലെങ്കിൽ, മൈ ഡിയർ ബ്രദർ, മൈ ഡിയർ സിസ്റ്റർ, ചെക്ക് യുവർ സാൽവേഷൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഒന്നാമത്തെ പിശാചിന്റെ തന്ത്രമാണ് ഭൗതികവുമായിട്ട് കണക്ട് ചെയ്യുക. ഭൗതികവുമായിട്ട് കണക്ട് ചെയ്യുക. ഭൗതികവുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെയും ഒരു മതമായി, ഞാൻ വീണ്ടും പറയാം, ഭൗതികവുമായിട്ട് കണക്ട് ചെയ്താൽ ഇത് വീണ്ടും ഒരു മതം ആയി തീർന്നു. ബിക്കോസ് മതങ്ങളെല്ലാം അതാ പഠിപ്പിക്കുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അത്ഭുതം ലഭിക്കും, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കാര്യം നടക്കും. ഇന്ന് വളരെ അൺഫോർച്ചുനേറ്റ് ആണ്, കാശ് കൊടുത്താൽ ലഭിക്കാത്ത വീണ്ടും ജനനം എന്ന അനുഭവം പ്രസംഗിക്കുന്നവരും
ഭൗതികം മാത്രം പ്രസംഗിക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാര്യം നടക്കും. അപ്പൊ പലരും ചിന്തിക്കുന്ന എന്നാന്ന് വെച്ചാൽ, അത് പറഞ്ഞാലല്ലേ ആള് വരത്തുള്ളൂ. നോ സാർ, യേശുവിന് ആ പേടിയില്ലായിരുന്നു സാർ. യേശു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളുടെ മകളെ കെട്ടിച്ചു തരാം, മോന്റെ വിസ ഒരുക്കി തരാം, മറ്റേ വീടിന്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞല്ല യേശു വിളിച്ചത്. യേശു സ്വസ്ഥത തരാം എന്ന് പറഞ്ഞാ വിളിച്ചത്. ആത്മാവിന്റെ സ്വസ്ഥത. ഇന്ന് വലഞ്ഞു നടക്കുന്ന ദുരാത്മാക്കൾ അവർ ഓരോറ്റ കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന സ്വസ്ഥത, സ്വസ്ഥത, സ്വസ്ഥത. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ആ സ്വസ്ഥതയുടെ പേരാണ് വീണ്ടും ജനനത്തിന്റെ അനുഭവം. അതിനെ ദയവ് ചെയ്ത് ഭൗതികവുമായിട്ട് കണക്ട് ചെയ്ത് അതിന്റെ വില കളയരുത്. വീണ്ടും പറയാം, ഇപ്പൊ ഭൗതികം നടക്കത്തില്ലേ, ഐ കം ടു ഇറ്റ്. ഞാൻ ഡെഫിനറ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യനുള്ള ആൻസർ തരാം. നോ, രണ്ടാമത്തെ ടെംപ്ടേഷൻ. അപ്പൊ ആദ്യത്തെ ടെംപ്ടേഷൻ മകനായി മകളായി. ഞാനിപ്പം യേശു എന്റെ അപ്പ. എങ്ങനെ അറിയാം? സൗഖ്യമായി. എങ്ങനെ അറിയാം? മോടെ കല്യാണം നടന്നു. എങ്ങനെ അറിയാം? മോന് ജോലി കിട്ടി. എങ്ങനെ അറിയാം? ഞങ്ങൾക്ക് വലിയ വീട് കിട്ടി. പിശാചി വീഴ്ത്തി തിരിച്ചതിനെ ഒരു മതമാക്കി. തിരിച്ച് അതിനെ ഒരു മതമാക്കി. രാത്രി ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് സങ്കടത്തോടെ പറയുന്ന കാര്യമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിലുള്ള വെമ്പല ഞാൻ ഈ സംസാരിക്കുന്നത്. യേശു സുവിശേഷം അറിയിക്കാനാണ് നമ്മളോട് പറഞ്ഞ, ജനങ്ങളെ കൂട്ടാനല്ല പറഞ്ഞു. രക്ഷിക്കപ്പെടുന്നവരെ അവൻ സഭയിലോട്ട് ചേർക്കും. അവർ വചനം പ്രസംഗിച്ചു. അപ്പോസ്തലന്മാര്, അവര് ശിഷ്യന്മാര് വചനം പ്രസംഗിച്ചു. കർത്താവ് അതിനെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിച്ചു. അത്ഭുതം അടയാളം അവന്റെ ഡിപ്പാർട്ട്മെന്റാ. ഹി വിൽ ഡു ഇറ്റ്. പക്ഷെ അതല്ല പ്രസംഗിക്കേണ്ടത്, ആ വചനം അല്ല കേൾക്കേണ്ടത്, അതിലേക്കല്ല നമ്മുടെ നോട്ടം പോകേണ്ടത്. ആ നോട്ടം പോകുമ്പോ ഓർത്തോണം. രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടി കണ്ടെത്തണം ഓരോരുത്തരും. ഞാൻ ഭൗതികത്തെ വെച്ചാണോ എന്റെ യേശുവിനെ അറിഞ്ഞ അറിവിനെ ഞാൻ അളക്കുന്നത്? ഞാൻ യേശുവിലാണ്, യേശുവിന്റെ മകനാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആദ്യം കയറി വരുന്ന ഭൗതിക അല്ലേ? അല്ല, ഭൗതികത്തിനും അങ്ങനെ. അതാ ഞാൻ പറഞ്ഞ, ഭൗതികമാണ് അതിനെ മെഷർ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നല്ല വീണ്ടും ജനന അനുഭവം പ്രാപിച്ച ആള് മുകേഷ് അംബാനിയാണ്. നമുക്ക് അങ്ങർക്ക് ഒന്നിനും കുറവില്ല, അങ്ങർക്ക് എല്ലാം ഉണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അങ്ങരുടെ ആത്മാവിന് സ്വസ്ഥതയുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വീണ്ടും ജനിച്ച ഓരോ വ്യക്തിക്കും ആത്മാവിന് സ്വസ്ഥതയുണ്ടാകും. ഐ വോണ്ട് ദിസ്. ഞാൻ പ്രാർത്ഥിക്കുക, ഇത് ദയവായി ഓരോ ദൈവമക്കളുടെയും ഉള്ളിൽ ഒന്ന് കയറട്ടെ. നോ, രണ്ടാമത്തെ പരീക്ഷണമാണ് വചനം കോട്ട് ചെയ്തു. യേശു ആദ്യം വചനം കോട്ട് ചെയ്ത്, രണ്ടാമത് പിശാച് വചനം കോട്ട് ചെയ്തു. അപ്പൊ വചനത്തിൽ നിന്ന് മാറാത്തവനാണെന്ന് കാണുമ്പോൾ വചനത്തിൽ എങ്ങനെ ഒരുത്തനെ വീഴ്ത്താം എന്നുള്ള പിശാചിന്റെ ഏറ്റവും വലിയ അടവാണ് രണ്ടാമത്തെ പരീക്ഷണം. രണ്ടാമത്തെ പരീക്ഷണത്തിൽ പിശാച് ചെയ്തതാണ്, നീ ഇവിടുന്ന് ചാടിക്കോ. ഗോപുരത്തിന്റെ ഉച്ചിയിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, നീ ഇവിടുന്ന് ചാടിക്കോ. വചനം ഉണ്ടല്ലോ, നിന്റെ കാല് കല്ലിൽ തട്ടാതിരിപ്പാൻ അവൻ ദൂതന്മാരെ അവൻ കാവലിന് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. രണ്ടാമത്തെ പിശാചിന്റെ ഏറ്റവും വലിയ അടവാണ് ദൈവവചനത്തിൽ ദൈവം എന്ത് ചെയ്യും എന്ന് പറഞ്ഞത് മാത്രം പറഞ്ഞു തരിക, അതിലേക്ക് മാത്രം ആകർഷിക്കുക. ദൈവം നിന്നെ വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞിട്ടുണ്ട് നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ദൈവം പറഞ്ഞിട്ടുണ്ട് നിനക്ക് കാലിന് ഒരു പ്രശ്നവും പറ്റത്തില്ല, ചാടിക്കോ എന്ന് പറഞ്ഞു. നിന്റെ ദൂതന്മാര് നിന്നെ കാവലായിട്ട് തരും. ദൈവം പറഞ്ഞിട്ടുണ്ട് നിനക്കെതിരെ ഉണ്ടാകുന്ന ഒരു ആയുധവും ഫലിക്കയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിച്ചു വലിയൊരു ജാതിയാക്കുമെന്ന് പറഞ്ഞു. ഇതാണ് പിശാചിന്റെ രണ്ടാമത്തെ തന്ത്രം. ഭൗതികമായിട്ട് ദൈവം എന്തെല്ലാം അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളെ മാത്രം കാണിച്ച്, തിരിച്ചും പറയാം, ഭൗതികത്തിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട്.
അതിനകത്തൊരു വലിയ തന്ത്രമാണ് അതിന്റെ മറുഭാഗത്തെ മറയ്ക്കുക. യേശു പറഞ്ഞു, ഇങ്ങനെയും എഴുതിയിട്ടുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും എഴുതിയിട്ടുണ്ട്. അപ്പൊ പിശാച് നീ ദൈവം ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ ഒരാളെ ആകർഷിക്കാൻ നോക്കുമ്പോൾ, ഒരാളുടെ തീരുമാനത്തെ കൊണ്ടുവരാൻ നോക്കുമ്പോൾ, യേശു പറഞ്ഞു, ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. അത് ഞാൻ ചെയ്യേണ്ട കാര്യം, അങ്ങനെ എന്നോടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് യേശു തിരിച്ചു മറുപടി പറഞ്ഞു. രണ്ടാമത്തെ ഏറ്റവും വലിയ വീഴ്ചയാണ് അനുഗ്രഹങ്ങൾ മാത്രം പ്രസംഗിക്കുക, അനുഗ്രഹങ്ങൾ മാത്രം ഏറ്റെടുക്കുക, അനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുക. എന്നിട്ട് പലരുടെയും ചോദ്യമാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രം ഈ അനുഗ്രഹങ്ങൾ ഒന്നും നടക്കുന്നില്ലല്ലോ. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. എന്റെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്നോട് പലരും പല പ്രാവശ്യങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രം ഒന്നും നടക്കുന്നില്ല, ഇങ്ങനെയാണല്ലോ വാഗ്ദത്തം, ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രം എന്നാ ഇങ്ങനെ. എനിക്ക് അവരോട് പറയണമെന്നുണ്ട് വ്യക്തിപരമായിട്ട്, പക്ഷെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ അവർക്കത് എടുക്കാൻ പറ്റത്തില്ല, ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം അവര് മുഴുവൻ കേട്ടതും അവര് മനസ്സിലാക്കിയതും ദൈവം എന്നെ അനുഗ്രഹിക്കും. ഞാൻ യേശുവെ എന്ന് വിളിച്ചിട്ടുണ്ടോ, ദൈവം എന്നെ അനുഗ്രഹിക്കും. ഞാൻ യേശുവെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പോലും ചിന്തിച്ചാൽ ഇനി എനിക്ക് ഒരു പ്രശ്നവും പറ്റത്തില്ല, എനിക്ക് ഒരു കുഴപ്പവും പറ്റത്തില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം മാത്രമേ അനുഭവിക്കത്തുള്ളൂ. ശ്രദ്ധിച്ചു കേൾക്കണം. രണ്ടാമത്തെ പിശാചിന്റെ ഏറ്റവും വലിയ അടവാണ്, ഒരുത്തൻ വചനത്തിൽ നിലനിൽക്കുന്നു എന്ന് കണ്ടാൽ, വചനത്തോട് ഒരുത്തന് താല്പര്യം ഉണ്ടെന്ന് കണ്ടാൽ അവനെ വീഴ്ത്താൻ നോക്കുന്ന അടവാണ് വൺ സൈഡഡ് ആക്കുക. വചനത്തിന്റെ ഒരു ഭാഗം മാത്രം എടുപ്പിക്കുക, എന്നിട്ട് അവിടുത്തേൽ മാത്രം ആശ്രയിപ്പിക്കുക. അതിനകത്തെ ഒരു പ്രധാന ഭാഗമാണ് ദൈവം എന്ത് ചെയ്യും എന്ന് മാത്രം നോക്കിക്കോ, അത് പരീക്ഷിച്ചു നോക്ക്. ഇന്ന് എൻ്റെ അറിവിൽ, എനിക്കറിയാവുന്നതിൽ, എൻ്റെ ശുശ്രൂഷയുടെ പരിചയത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന പലരും അങ്ങനെ തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് അവരുടെ ജീവിതത്തിൽ അവർ വളരെയധികം പ്രയാസങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. അതിന്റെ ഏക കാരണം പിശാചിന്റെ രണ്ടാമത്തെ അടവാണ്, വചനത്തിന്റെ ഒരു ഭാഗം മാത്രം പിടിച്ചു, ഒരു ഭാഗം മാത്രം എടുത്തു, എന്നിട്ട് നീ തീരുമാനം എടുത്തു, ജയിക്കുന്നു. യേശു ഔത്തൽ വീണില്ല പ്രിയപ്പെട്ടവർ, യേശു ഔത്തൽ വീണില്ല. അതാണ് നമ്മൾ പിശാചിന്റെ അടവ് മനസ്സിലാക്കണം, പിശാചിന്റെ തന്ത്രം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ എഴുതിയപ്പോൾ പറഞ്ഞ്, നാം പിശാചിന്റെ തന്ത്രങ്ങളെ അറിയുന്നുവല്ലോ. പിശാചിന്റെ തന്ത്രത്തിന് മാറ്റമില്ല. ഇതാണ് ഇന്ന് ക്രിസ്തീയ ലോകത്തിലുള്ള ഏറ്റവും വലിയ തന്ത്രം. ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് സെന്റർ ഏറ്റവും വലിയ തന്ത്രം. നോ, ചിലര് ചില പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലർ എടുത്തു ചാടും. ഒരു പ്രവചനം വരുന്നുണ്ടെങ്കിൽ ആ പ്രവചനത്തിന്റെ സോഴ്സ് ചെക്ക് ചെയ്യണം. ആ പ്രവചനം ഈ വചനവുമായിട്ട് ലൈനപ്പ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. എങ്ങനെ നോക്കാം? അതിനകത്ത് ഏറ്റവും വലിയൊരു ടെസ്റ്റാണ്, ആ പ്രവചനത്തിനകത്ത് വെറും ഭൗതികം മാത്രമേ വരുന്നുണ്ടെങ്കിൽ, ഭൗതികം പ്രവചനത്തിൽ വരത്തില്ലെന്നല്ല ഞാൻ ഈ പറഞ്ഞത്, ഭൗതികം പ്രവചനത്തിന്റെ ഒരു ഭാഗമാണ്, പ്രവചനത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ അതിനകത്ത് ആത്മീകം വരണം. ആത്മീകമില്ലാത്ത പ്രവചനം, അതുകൊണ്ടാണ് പ്രവചനത്തെ ശോധന ചെയ്യാനായിട്ട് ബൈബിൾ പറയുന്നത്. പക്ഷെ ഇന്ന് വചനത്തിന്റെ ഒരു ഭാഗം മാത്രം അറിയുന്ന ഒരു വ്യക്തിക്ക് പ്രവചനത്തിനെ ശോധന ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഹി ഈസ് വൺ സൈഡഡ്, ഹി കനോട്ട് നോ. അവൻ അറിയത്തില്ല ഇത് എങ്ങനെയാ ഇത് വർക്ക് ചെയ്യുന്നത്. എന്ത് കേട്ടാലും വെളുത്തതെല്ലാം പാലാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുക. ഈ ഒരു മേഖലയിലാണ് പിശാച് അല്പസ്വല്പം വചനം അറിയാമെന്ന് പറയുന്നവനും ബൈബിള് വായിക്കാന്ന് പറയുന്നവനെ അവനെ വീഴ്ത്താനുള്ള അടുത്ത ഏറ്റവും വലിയ ആയുധമായത്.
നോ. ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എപ്പോൾ ബൈബിളിന്റെ ഒരു ഭാഗം മാത്രമായിട്ട് മതി എന്ന് നമ്മൾ ചിന്തിക്കുന്നോ, അപ്പോൾ തന്നെ പിശാച് ജയിച്ചു. നോ. ബൈബിളിലെ എല്ലാം നമ്മൾ എടുക്കണോ? ഇല്ല, എടുക്കണമെന്നില്ല. പക്ഷെ ബൈബിളിലെ എല്ലാം വായിക്കണോ? വായിക്കണം. ബൈബിളിലെ മുഴുവൻ കാര്യങ്ങളും വായിക്കണം. ഈ ബൈബിൾ ഇങ്ങനെ തുന്നിക്കെട്ടി ഇത് നമ്മുടെ കയ്യിൽ തന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കളയാനുള്ള സാധനം ഇല്ല, ഇതിനകത്ത് വായിക്കാനുള്ള സാധനം കൊടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയാം, എല്ലാം ഒരു പുതിയ നിയമ വിശ്വാസി എടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ എല്ലാം വായിക്കേണ്ട ആവശ്യമുണ്ട്. എന്താ കാര്യം? വായിക്കുന്ന ഒരു വിശ്വാസിക്ക് മാത്രമേ ഒരു വചനത്തിന്റെ മറുവശം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഒരു വചനം പറയുമ്പോൾ അതിന്റെ മറുവശം വചനം എന്താ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ വചനം മുഴുവനായി വായിക്കണം. അതുകൊണ്ടാണ് പിശാച് യേശുവിനോട് 91 സങ്കീർത്തനം പറഞ്ഞപ്പോൾ യേശു അപ്പുറത്ത് പോയി കൂട്ട് ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒരു വചനത്തിൽ നല്ല ഒരു തീരുമാനം. അപ്പൊ അതിന്റെ അർത്ഥം എന്നതാ? വചനം മുഴുവനായി വായിക്കണം. അന്നുണ്ടായിരുന്ന വചനങ്ങളെ തന്നെ യേശു അതിന്റെ ബാക്കി പറഞ്ഞ് അപ്പുറത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അത് വായിക്കണം. അപ്പം വചനത്തിന്റെ ഒരു ഭാഗം വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ജയകരമായ ജീവിതം നയിക്കാൻ സാധിക്കത്തില്ല. ഞാൻ വീണ്ടും പറയാം, അപ്പോൾ തന്നെ രണ്ടാമത്തെ കാര്യം, എഴുതിയിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഒരു പുതിയ നിയമ അഥവാ വീണ്ടും ജനിച്ച വിശ്വാസിക്ക് അപ്ലിക്കബിൾ അല്ല. പക്ഷേ അത് മുഴുവൻ വായിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പരിശുദ്ധാത്മാവ് ഗ്രാഹ്യം നൽകത്തുള്ളൂ. ഏതിനെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, എപ്പോ ഉപയോഗിക്കണം, എന്തിനെ ഉപയോഗിക്കേണ്ട എന്നുള്ളത് പരിശുദ്ധാത്മാവ് ഗ്രാഹ്യം നൽകത്തുള്ളൂ. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഇന്ന് ആത്മീക ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഇത് പറയുന്ന കഴിഞ്ഞ ഒരു 50 വർഷം അല്ലെങ്കിൽ 100 വർഷം എടുത്തു നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. ചിലര് വിശ്വാസം മാത്രം പ്രസംഗിക്കുന്നവരുണ്ട്. ഓൺലി ഫെയ്ത്ത്. അവരെ വിളിക്കുന്ന തന്നെ ഫെയ്ത്ത് പ്രീച്ചേഴ്സ് എന്ന്. ഓൺലി ഫെയ്ത്ത്, 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 ഫെയ്ത്ത്. ചിലര് കൃപ മാത്രം പ്രസംഗിക്കുന്നവരുണ്ട്. കൃപ, 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 എല്ലാം കൃപ. ചിലരുണ്ട് പ്രവചനം മാത്രമായിട്ട് നിൽക്കുന്നു. ഇതെല്ലാം പല രീതിയിലുള്ള ശുശ്രൂഷകളാണ്. ഇതെല്ലാം വചനത്തിനകത്തുള്ളതാണ്. നോ. ചിലര് ഈ വേദപുസ്തകത്തിൽ തന്നെ അവര് പഴയ നിയമത്തിലെ അത്ഭുതങ്ങളും പഴയ നിയമത്തിലെ കാര്യങ്ങളും കൂടുതലായിട്ട് അത് മാത്രമായിട്ട് പ്രസംഗിക്കുന്ന, ആ പുരോഹിതന്റെ നൂലിന്റെ അർത്ഥം എന്താണ്, പുരോഹിതന്റെ വസ്ത്രത്തിന്റെ അർത്ഥം എന്താണ്, പുരോഹിതന്റെ കാര്യം, ദാവീദിന്റെ കല്ലെടുത്തതിന്റെ അർത്ഥം എന്താണ്, അങ്ങനെ പ്രസംഗിക്കുന്നവരുണ്ട്. പഴയ നിയമത്തിലെ അത്ഭുതങ്ങളെ കൂടുതലായി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനൊരു പുതിയ നിയമ വ്യാഖ്യാനം എന്താണെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവരുണ്ട്. അതേ മാത്രം സ്ട്രിക്റ്റായി നിൽക്കുന്നവർ. ചിലരുണ്ട് സുവിശേഷങ്ങൾ മാത്രമേ പ്രസംഗിക്കത്തുള്ളൂ, എന്ന് വെച്ചാൽ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ മാത്രം. ചിലരുണ്ട് ലേഖനങ്ങൾ മാത്രമേ പ്രസംഗിക്കത്തുള്ളൂ. ചിലരുണ്ട് വെളിപ്പാട് പുസ്തകം മാത്രമേ പ്രസംഗിക്കത്തുള്ളൂ. ആ ചുമന്ന കുതിരയുടെ അർത്ഥം എന്നാണ്. ചിലർ വെളിപ്പാട് പുസ്തകത്തിന്റെ പേരിൽ സെപ്പറേറ്റ് മീറ്റിങ്ങും സെപ്പറേറ്റ് പ്രസംഗവും അവരുടെ മുഴുവൻ സാധനവും ആ വെളിപ്പാട് പുസ്തകത്തെ മാത്രം. നോ. പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ തന്ന ഒരു 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 എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. ഫ്രൂട്ട്സ് നല്ലതാണോ? വളരെ നല്ല ശരീരത്തിൽ. പക്ഷെ ഫ്രൂട്ട്സ് മാത്രം തിന്ന ഒരാൾ ജീവിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ ചോദിച്ച ചോദ്യം. ഓക്കെ, വെജിറ്റബിൾസ് നല്ലതാണോ? വളരെ നല്ലതാ. വെജിറ്റബിൾസ് ഇമ്പോർട്ടന്റ് ആണോ? വളരെ നല്ലതാ. വെജിറ്റബിൾസ് മാത്രം കഴിച്ച ഒരാൾ ജീവിക്കൂ? ഇല്ല. സീരിയൽസ് നല്ലതാണോ? പൾസസ് നല്ലതാണോ? മിനറൽസ് നല്ലതാണോ? വിറ്റമിൻസ് നല്ലതാണോ? കാർബോഹൈഡ്രേറ്റ് നല്ലതാണോ? പ്രോട്ടീൻസ് നല്ലതാണോ? ഇതെല്ലാം നല്ലതാ. ഞാൻ ചോദിക്കട്ടെ, വെറും ഒരെണ്ണം മാത്രം കഴിച്ച് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ?
ഇല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ദൈവവചനത്തിലെ എല്ലാ അംശങ്ങളും വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യം. എപ്പോൾ അത് വൺ സൈഡഡ് ആകും, അപ്പോൾ തന്നെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഒരു വെജിറ്റബിൾ മാത്രം കഴിച്ച ഒരാൾ ജീവിക്കാൻ നോക്കിയാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ഇരിക്കും. അല്ല, ഞാൻ ഇനി ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് ജീവിക്കാൻ പോവുക. അങ്ങനെയുള്ള ജീവികളുണ്ട്, ചില ആനിമൽസ് ഉണ്ട്, അവര് വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്ന ആനിമൽസ് ഉണ്ട്. കാർണിവോറസ് ആനിമൽസ് ഉണ്ട്, അവര് മാംസം മാത്രം കഴിക്കത്തുള്ളൂ. പക്ഷേ മനുഷ്യൻ ഇതെല്ലാം കഴിക്കുമ്പോഴാണ് അവന് ശരീരത്തിന് ആവശ്യം. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു ഡയറ്റീഷ്യന്റെ ഡയറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ചേർത്ത് പ്രിസ്ക്രൈബ് ചെയ്യും. വിറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ് മുഴുവൻ അതിനകത്ത്. വെജിറ്റബിൾ വേണം, ഫ്രൂട്ട്സ്, ഒരെണ്ണം മാത്രമായിട്ട് അവർ ഒരിക്കലും ചെയ്യത്തില്ല. എന്താണെന്ന് കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ന്യൂട്രീഷൻ ഒരിക്കലും ഒരു ശരീരത്തിന് ശരിയായിരിക്കത്തില്ല. അതുപോലെ തന്നെ ഇതെല്ലാം അത്യാവശ്യം, ഇതെല്ലാം അത്യാവശ്യം. സോ വീണ്ടും ഞാൻ പറയാം, വൺ സൈഡഡ് ആയിട്ടുള്ള വചനം ഒരു വ്യക്തി കേൾക്കുമ്പോൾ അതിനോട് കൂടുതൽ ആകർഷണവും തോന്നുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു കാണാം. ഒന്ന്, ആ വ്യക്തി വീണ്ടും ജനിച്ചിട്ടേ ഇല്ല, അപ്പം ബാക്കി കാര്യങ്ങൾ കേൾക്കുന്ന പോലെ തന്നെ ഇവിടെ അനുഗ്രഹം, നല്ലൊരു സാധനം നമുക്ക് കിട്ടുമെന്ന് പറയുന്നല്ലോ, കിട്ടുന്ന കാര്യമാണല്ലോ പറയുന്നത്. അപ്പൊ എപ്പോഴും ഓർത്തോണം, ഈ പ്രോമിസ് എന്ന് പറയുന്ന എനിക്ക് കിട്ടുന്ന കാര്യങ്ങൾ. രണ്ടാമത്തെ പരീക്ഷണത്തിലല്ല നമ്മൾ നിൽക്കുന്നത്, എല്ലാം ഇതിനൊക്കെ കിട്ടും. ആ കിട്ടുന്ന സാധനം മാത്രം പറയുന്ന പ്രസംഗം നമുക്ക് ഭയങ്കര ആകർഷണം തോന്നുന്നുണ്ടെങ്കിൽ, ഒന്നും നമ്മുടെ ഉള്ളിൽ വീണ്ടും ജനനം നടന്നിട്ടില്ല. രണ്ട്, വീണ്ടും ജനനം നടന്നിട്ടുണ്ടെങ്കിൽ പിശാചിന്റെ തന്ത്രത്തിൽ നമ്മൾ വീണ് കഴിഞ്ഞു. വി ആർ ഓൾറെഡി ഫോളൻ. മൂന്നാമത്തെ പരീക്ഷണത്തിലേക്ക് പോകാം. മൂന്നാമത്തെ പരീക്ഷണം, പിശാച് പെട്ടെന്ന് ലോകത്തിലുള്ള എല്ലാ നല്ല കാര്യങ്ങളും കാണിച്ചു, സാധനങ്ങളെല്ലാം കാണിച്ചു. എല്ലാം കാണിച്ചതിന് ശേഷം പിശാച് പറഞ്ഞു, ഞാനിത് മുഴുവനും നിനക്ക് തരാം. എന്ന് വെച്ചാൽ കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പിശാച് പറയാം, ഞാൻ നിനക്ക് തരാം. ദൈവം തരുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ആദ്യം മയങ്ങിയില്ലെങ്കിൽ ഞാൻ ഇത് നിനക്ക് തരാം, ഞാൻ സാധനം തരാം. നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ആരാധന എനിക്ക് താ. ആരാധന എന്ന് പറയുമ്പോൾ പലപ്പോഴും ചിലർ ഓർക്കുന്നത് പിശാചിനെ നമസ്കരിക്കുന്നത് അത് മാത്രമേ ആരാധനയുള്ളൂ എന്നാണ് പലരും ചിന്തിക്കുന്നത്. ആരാധനയെ നമുക്കൊന്ന് എക്സാക്ട്ലി ആരാധന എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ രണ്ട് രംഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇസഹാക്കിനെ ബലി അർപ്പിക്കാനായിട്ട് ദൈവം പറഞ്ഞപ്പോൾ അവിടെ തന്റെ ബാല്യക്കാരോട് താൻ പറഞ്ഞിട്ട് പോയ ഒരു കാര്യമുണ്ട്, ഞാനും മകനും പോയി ആരാധിച്ചിട്ട് ഞങ്ങൾ തിരികെ വരാം. ആരാധനയ്ക്ക് ബൈബിൾ തരുന്ന ഡെഫിനിഷൻ എന്താണെന്ന് അറിയാവോ? ആരാധനയ്ക്ക് ബൈബിൾ തരുന്ന ഡെഫിനിഷൻ, നിന്റെ വിലപ്പെട്ടത് നീ ദൈവത്തിന് കൊടുക്കുന്നതിന്റെ പേരാണ് ആരാധന. രണ്ടാമത്തെ രംഗം, പുതിയ നിയമത്തിൽ യഹൂദന്മാരുടെ രാജാവായി ജനിച്ചിരിക്കുന്നവന്റെ നക്ഷത്രം ഞങ്ങൾ കണ്ടു, അവനെ ഞങ്ങൾ ആരാധിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ജ്ഞാനികൾ, അവര് യേശുവിനെ ആരാധിച്ചത് പൊന്നും മൂരും കുന്തിരിക്കവും അവരുടെ കൈപ്പക്കലുള്ള ഏറ്റവും വിലപ്പെട്ടത് യേശുവിന്റെ മുന്നിൽ വെച്ചാണ് അവര് ആരാധിച്ചത്. ആരാധന എന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും വിലപ്പെട്ടത് ദൈവത്തിന് നൽകുന്നതാണ് ആരാധന. പിശാചിന്റെ ഏറ്റവും വലിയ അടവാണ്, നിനക്ക് കിട്ടുന്നതെല്ലാം നീ നോയിക്കോ,
ആരാധനയെ നിങ്ങൾ പിന്മാറിക്കോ. എന്താ ആരാധനയെന്ന് പിന്മാറുന്നത്? നിന്റെ വിലപ്പെട്ടതൊന്നും നീ കൊടുക്കണ്ട. നീ കൊടുക്കാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നു, നിനക്ക് കിട്ടാനാണ് വിളിച്ചിരിക്കുന്നത്. ഈ ഒരു സത്യം തിരിച്ചറിയാത്തത് കൊണ്ട് പലരും പലതിനെ അത്ഭുതമാ ദൈവം തന്നതാണെന്നാ പറയുന്നത്. ഞാനൊരു കാര്യം പറയാം. നിങ്ങള് ഒരു നിങ്ങളുടെ അപ്പം ഏറ്റവും നല്ലത് ഞാൻ യേശുവിന് കൊടുക്കണമെന്ന് പറയുമ്പോ എന്റെ സമയം. ഇപ്പൊ വീണ്ടും ജനിച്ച വ്യക്തിയുടെ ഒരു ഏറ്റവും വലിയ ടെസ്റ്റ് എവിടെയാ വരുന്നതെന്നറിയാവോ? അവന്റെ ഏറ്റവും ബെസ്റ്റ് സമയം, അവന്റെ ഏറ്റവും നല്ല വിലപിടിപ്പുള്ള കാര്യങ്ങൾ, അവന്റെ ഏറ്റവും നല്ല അവൻ കൊടുക്കുന്നവനായിരിക്കും. അവനാണ് യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച്. അവനെ അതിൽ നിന്ന് പിന്മാറ്റിക്കാൻ, അല്ലെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ അതിലാണോ ഇല്ലയോ നോക്കാനായിട്ട് ഒരൊറ്റ ടെസ്റ്റ് മതി. നിനക്ക് കിട്ടുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞാൽ നിന്റെ പ്രതികരണം. അപ്പൊ പലരും ചിന്തിക്കുന്നത്, അയ്യോ നമ്മൾ പിശാചിനെ ആരാധിക്കത്തില്ലല്ലോ. ഇല്ല, പിശാചിനെ ആരാധിക്കുക എന്ന് പറഞ്ഞേ എന്റെ വിലപ്പെട്ടത് ഞാൻ എപ്പോൾ ദൈവത്തിന് കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ലയോ, ഞാൻ അപ്പോൾ തന്നെ പിശാചിനെ ആരാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇഫ് യു ആർ നോട്ട് എ ഗിവർ, യു ആർ ഓൾറെഡി worshipping the demon, the devil. Worship means giving your best to God. പിശാചിന് നിങ്ങൾക്കറിയാമോ, ഞാനിപ്പോ അതിലേക്ക് വരുന്നത്, പിശാചിന് ഏറ്റവും പേടിയാ വർഷിപ്പ്. എന്നതാ വർഷിപ്പ്? ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടത് കൊടുക്കുന്ന വർഷിപ്പ്. ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടത് കൊടുക്കുന്നത് വർഷിപ്പാണെങ്കിൽ പിശാച് പറയാ, ഞാൻ നിനക്ക് ഏത് ഭൗതിക സാധനവും ഞാൻ നിനക്ക് തരാം, നീ നിന്റെ ആ സമയം എനിക്ക് ഇങ്ങ് തന്നേരും. ചിലർ പറയുന്ന, ഞങ്ങൾക്ക് അത്ഭുതകരമായിട്ട് നല്ല ജോലി ലഭിച്ചു, അതുകൊണ്ട് ഇപ്പൊ ഞായറാഴ്ച രാവിലെ സഭായോഗത്തിന് വരാൻ പറ്റത്തില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി, അത് ആരാ കൊടുത്തത്? എങ്കിൽ ജോലി തിരക്ക് കാരണം ഇപ്പൊ എനിക്ക് മീറ്റിങ്ങിന് സമയമില്ല, ശുശ്രൂഷയ്ക്ക് സമയമില്ല, കൊച്ചിനെ വളർത്തുക, ജോലിയുണ്ട്, ഭയങ്കര പ്രയാസങ്ങളാണ്. പക്ഷെ അത്ഭുതകരമായിട്ടാണ് ഞങ്ങളെ എങ്ങനെ നടത്തുന്നത്. എപ്പോൾ നിന്റെ സമയം, നിന്റെ വിലപ്പെട്ടത് നിനക്ക് ദൈവത്തിന് കൊടുക്കാതെ നീ അത് വേറൊരാൾക്ക് കൊടുക്കുന്നോ, അപ്പോ തന്നെ രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ഒന്ന്, വീണ്ടും ജനനം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായ ഒരാൾക്ക് അത് സാധിക്കത്തില്ല. രണ്ട്, വീണ്ടും ജനനം ഉണ്ടായി, പക്ഷെ പിശാച് തന്ത്രത്തിൽ നിന്നെ പിന്മാറ്റത്തിലുണ്ടാക്കി. ഇത് രണ്ടിലേതോ ഒരു കാര്യം സത്യമാണ്. ഞാൻ വീണ്ടും പറയാം, ഈ മൂന്ന് കാര്യവും നോക്കേണ്ടത്, ഒന്നും വീണ്ടും ജനനം നടന്നിട്ടില്ല, അല്ലെങ്കിൽ വീണ്ടും ജനനം നടന്ന ഒരു വ്യക്തിയാ, പക്ഷെ പിശാച് തന്ത്രപരമായി നിന്നെ അതിൽ നിന്നും. അപ്പം അവിടെ ഞാൻ നിനക്ക് തരാം, നീ എന്താ തന്നാ മതി, നിന്റെ അപ്പൊ പലരും ചിന്തിക്കുന്നത് നമ്മൾ പിശാചിനെ ആരാധിക്കത്തില്ലല്ലോ. നമ്മൾ ദൈവത്തിന് കൊടുക്കാനുള്ളത് എപ്പം കൊടുക്കാതെ ഇരിക്കുന്നു, അത് സമയം, അത് വെറും പൈസ മാത്രമല്ല ഞാൻ ഈ പറഞ്ഞത്, സമയം, താലന്തുകൾ, എന്റെ ഡെഡിക്കേഷൻ, എപ്പം ഞാൻ അതിൽ നിന്ന് പുറകോട്ട് പോകുന്നോ അപ്പോൾ എല്ലാം ഞാൻ പിശാചിനെ ആരാധിക്കുക. അവരും പറയുന്ന സാക്ഷ്യമാ, അത്ഭുത സാക്ഷ്യ കേട്ടോ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്നാ ഭയങ്കര ഇതാ കിട്ടിയിരിക്കുന്നതെന്നറിയാവോ. ഞാൻ വിശ്വസിക്കുന്ന യേശു, ഞാൻ വീണ്ടും പറയാം, ഐ സ്റ്റാൻഡ് കോട്ടഡ് ഓൺ ദിസ്, ഞാൻ വിശ്വസിക്കുന്ന യേശു നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ ഞായറാഴ്ച രാവിലെ ജോലിക്ക് പോയിട്ട് അതും കൊണ്ടേ നീ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ എന്ന് പറയുന്ന ഒരു യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നില്ല. അവന്റെ സമയത്തെ എടുത്ത് കട്ട് വേറൊരിടത്ത് കൊടുത്തിട്ട് അത് അവൻ കൊടുത്തതായിട്ട് പറയുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം, ഏറ്റവും വലിയ തന്ത്രം. യേശു ഒരിക്കലും പറയത്തില്ല, ഞാൻ നിന്നെ ജോലി കൊടുത്ത് അനുഗ്രഹിച്ചിരിക്കുക, പക്ഷെ ഞായറാഴ്ച നീ എന്നെ ആരാധിക്കണ്ട, അവനെ പോയി ആരാധിച്ചു. യേശു ഒരിക്കലും പറയത്തില്ല. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലെന്നാണോ പറയുന്നത്? പിശാച് നിങ്ങളുടെ ആരാധന കവർന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് വചനം വായിക്കാൻ സമയമില്ലേ? പിശാച് നിങ്ങളുടെ ആരാധന കവർന്നു കഴിഞ്ഞു. ശുശ്രൂഷകരോട് പറയാം, ശുശ്രൂഷയ്ക്ക് സമയമില്ലേ? പിശാച് നിന്റെ ആരാധന കവർന്നു കഴിഞ്ഞു. He has already stolen your worship. നമ്മൾ ചിന്തിക്കുന്ന പിശാചിന്റെ മുന്നിൽ പോയി പിശാചിനെ ആരാധിക്കുന്ന ആരാധന അല്ല. യേശു പറഞ്ഞു, സീസർക്കുള്ളത് സീസർക്കും
ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ. ദൈവത്തിന് കൊടുക്കേണ്ടത് എനിക്ക് എപ്പം കൊടുക്കാൻ സാധിക്കുന്നില്ലയോ, എന്റെ ആരാധനയെ പിശാച് കൊണ്ടുപോയി. എന്റെ ഏറ്റവും ബെസ്റ്റാണ് എന്റെ അപ്പന് ഞാൻ കൊടുക്കേണ്ടത്. എന്റെ ഏറ്റവും ബെസ്റ്റാണ് എന്റെ അപ്പന് വേണ്ടി ഞാൻ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് പിശാച്, ഞാൻ പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ചോണം, പിശാചിനെ ആരാധിക്കുന്നവനെ പേടിയാ. അതുകൊണ്ടാണ് അവൻ ആരാധനയെ തടസ്സമാക്കുന്നത്. ആരാധന എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച രാവിലെ മാത്രം വന്ന് കൈതട്ടി സ്തോത്രമായി ലവ് യു ജീസസ് പാടുന്നവന്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ആരാധന എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വിലപ്പെട്ടത് ദൈവത്തിന് കൊടുക്കുന്നതിന്റെ പേര് ആരാധന. കിട്ടുന്നതിന്റെ പേരല്ല ആരാധന, കൊടുക്കുന്നതിന്റെ പേര് ആരാധന. നിങ്ങൾ ബൈബിള് വായിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വെജിറ്റബിൾ മാത്രം തിന്നിരുന്നാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. ഫ്രൂട്ടും കഴിക്കണം, മിനറൽ കിട്ടണം, സീരിയൽ കഴിക്കണം. പൾസസ് സീരിയൽ എന്ന് വെച്ചാൽ മറ്റേ ടിവിയിലെ സീരിയൽ അല്ല പറഞ്ഞ CREAL, ആ സീരിയൽസ്. സീരിയൽ പറഞ്ഞപ്പോ SERAL ചിന്തിക്കരുത്. അത് നമ്മൾ കാണുന്നുണ്ടല്ലോ. കഴിക്കുന്ന സീരിയൽസ്, മിനറൽസ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, they're all important. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗോ. സോ ഈ 3 കാര്യത്തിലും പിശാച് അറുക്കാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വരുന്ന കാര്യം മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ ഞാൻ വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സാക്ഷ്യം എപ്പോഴും ആത്മീക കാര്യത്തെ കുറിച്ചായിരിക്കും ആദ്യം വരുന്നത്. ഭൗതികം പറയണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. മേ ബി ലാസ്റ്റിൽ കരിവേപ്പില കൊത്തമല്ലി പോലെ 2 എണ്ണം പറഞ്ഞുകൊണ്ട് തെറ്റില്ല. പക്ഷേ ഞാൻ വീണ്ടും ജനിച്ചോ ഇല്ലയോ എന്നുള്ള എന്റെ ആസിഡ് ടെസ്റ്റാണ്. ഞാൻ ഇന്നെന്ന പോലെ എന്റെ ഓർമ്മയിലുണ്ട്, കുഞ്ഞിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് വീണ്ടും ജനനത്തിന്റെ അനുഭവം ഉണ്ടായി. ഞാൻ എന്റെ സാക്ഷ്യം മുഴുവനായി പലപ്പോഴായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിലെ എനിക്ക് വീണ്ടും ജനനത്തിന്റെ അനുഭവം ഉണ്ടായി. ആ അനുഭവം ഉണ്ടായതിനു ശേഷം ഞാന് പ്രാർത്ഥനയിലും വചന വായനയിലും ഒക്കെ ഇരിക്കുമ്പോൾ എന്റെ പിതാവ് വീട്ടിൽ വന്ന ഒരു ദൈവദാസന്, ഒരു തിരുമേനിയ, ഒരു സഭയുടെ തിരുമേനിയ, എറമ്പാച്ചന്, അദ്ദേഹം വീട്ടിൽ സന്ദർശിച്ചു. അദ്ദേഹം പ്രാർത്ഥിക്കുവാനായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തോട് താൻ പറഞ്ഞ ഒരു കാര്യമാണ്, എന്റെ മോനെ കുറിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം ഇതാണ്, എന്റെ മോന് ഒരു മുതിർന്ന വ്യക്തി യേശുവിനെ അറിഞ്ഞാൽ എങ്ങനെ തേടുവോ അതുപോലെ എന്റെ മോൻ ഇപ്പോൾ യേശുവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനിരിക്കുന്നു, അവൻ വചനം വായിക്കാനിരിക്കുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് എൻ്റെ പിതാവ് എന്നെ കുറിച്ച് അന്ന് പറഞ്ഞത് ഞാൻ ഓർക്കും. ഇന്ന് എല്ലാ പിതാക്കന്മാർക്കും മാതാക്കൾക്കും പറയാനുള്ള സാക്ഷ്യം, മോക്ക് റാങ്ക് കിട്ടി, മോക്ക് വിസ കിട്ടി, മോള് UK പോയി, മോൾക്ക് മെഡൽ കിട്ടി. When spiritual goes out of the equation, 2 things have to be checked. Am I really born again? 2, if I am really born again, have I been deceived by the devil? പിശാച്, ഞാൻ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചതാ, പക്ഷെ പിശാച് എന്നെ വഴിതെറ്റിച്ചു. പിശാചിന്റെ തന്ത്രത്തിൽ ഞാൻ വീണു. സോ ലെറ്റ്സ് ഗോ. സമറൈസ് ചെയ്യാൻ പോകും. അടുത്ത 2 മിനിറ്റിൽ നമ്മൾ നിർത്താം. 3 കാര്യങ്ങളെ പിശാച് പേടിക്കുന്നു. പിശാചിന്റെ തന്ത്രവും പിശാചിന്റെ ബലവും എവിടെയായിരിക്കുന്നത്? അവന്റെ സ്ട്രാറ്റജിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ വീണ്ടും ജനിച്ചോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു. ഇനി പിശാചിന്റെ ആ തന്ത്രം എവിടെയായിരിക്കുന്നതെന്ന് പറയാം. 3 കാര്യങ്ങളല്ല പിശാച് ടെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം വിശ്വാസം. മകനാണ് മകളാണെന്നുള്ള വിശ്വാസം. അത് ഉള്ളിലാണോ ഇരിക്കുന്നത്, ആ അനുഭവത്തിലാണോ ഇരിക്കുന്നത്, അതോ ഭൗതികവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്താണോ ഇരിക്കുന്നത്? കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്യാൻ നോക്കും പിശാച്. അതാണ് ഒന്നാമത്തെ. പിശാച് പേടിക്കുന്നതാ വിശ്വാസം. ഏത് വിശ്വാസം?
എന്റെ വെളിയിൽ എന്ത് നടന്നാലും നടന്നില്ലേലും ഞാൻ യേശുവിന്റെ മകനാ, യേശുവിന്റെ മകളാ, യേശു എന്റെ അപ്പനാണെന്നുള്ള ഉള്ളിലെ ബോധ്യം ഉണ്ടല്ലോ, ആ ബോധ്യത്തെ പിശാച് പേടിക്കുന്നു. ആ വിശ്വാസത്തെ ആ പിശാച് പേടിക്കുന്നത്. നമ്പർ 2, ദൈവവചനത്തെ കുറിച്ചുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള പരിജ്ഞാനം. പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് എന്റെ ജനം നശിച്ചു പോകുന്നതെന്ന് പറയുമ്പോൾ, വചനത്തെ കുറിച്ചുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള പരിജ്ഞാനമുള്ള ഒരുത്തനെ പിശാചിന് പേടിയ. അതുകൊണ്ടാണ് വചനത്തിന്റെ ഒരു വശം പറഞ്ഞ് മാറ്റാൻ പോകുന്നത്. 3, ആരാധന പിശാചിന് പേടിയ. എന്താണ് ആരാധന? എന്റെ ഏറ്റവും വിലപ്പെട്ടത് ദൈവത്തിന് നൽകുന്നതാണ് ആരാധന. ഒരിക്കൽ കൂടെ സമ്മറൈസ് ചെയ്യാം. ആരാണ് യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച ദൈവ പൈതൽ? പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്ത് എങ്ങനെ നിൽക്കുന്നവനാണ് ദൈവ പൈതൽ? അത് മാത്രം ഞാൻ പറയാൻ പോവാം. 1, അവന് വെളിയിൽ ഒരു പ്രൂഫും ആവശ്യമില്ല അവൻ വീണ്ടും ജനിച്ചു എന്നുള്ളത്. ആരും അവനോട് പറയണം. എന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിട്ടിരുന്നപ്പോൾ പലർക്കും ഡോക്ടറിന് സ്കാനിങ് ഇത് കാണുമ്പോഴായിരിക്കും അകത്ത് കുഞ്ഞുണ്ടെന്നുള്ളത് അറിയുന്നത്. പക്ഷെ പ്രഗ്നന്റ് ആയിരുന്ന അമ്മയ്ക്കറിയാം അകത്ത് കുഞ്ഞുണ്ടെന്ന്. വീണ്ടും ജനനം അതുപോലത്തെ ഒരു അനുഭവം. വെളിയിൽ എന്ത് നടന്നാലും നടന്നില്ലേലും എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. ഐ നോ ദാറ്റ് ജീസസ് നോസ് മീ ആൻഡ് ഐ ആം ഹിസ് ചൈൽഡ്. ഇന്ന് രാത്രി അതൊന്നും മനസ്സിലായിരിക്കുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക. എന്ത് നടന്നാലും നടന്നില്ലേലും യേശുവിന് എന്നെ അറിയാം എന്നുള്ള ബോധ്യം. എനിക്ക് യേശുവിനെ അറിയാവുന്നുള്ളതല്ല. പലരും പറയുന്നത് ഞങ്ങൾ യേശുവിനെ അറിഞ്ഞതിന് ശേഷം. അതല്ല വീണ്ടും ജനനം. യേശു നിന്നെ അറിയുന്നതാ വീണ്ടും ജനനം. യേശുവിൽ വിശ്വസിക്കുന്നതാണ് വീണ്ടും ജനനത്തിന് കാരണമാകുന്നത്. പക്ഷെ യേശു എന്നെ അറിയുന്നതാ വീണ്ടും ജനനം. അതുകൊണ്ടാണ് അന്ത്യനാളിൽ പറയുന്നത്, ഞങ്ങൾ നിന്റെ നാമത്തിൽ അത്ഭുതം ചെയ്തില്ലേ, വീര്യപ്രവൃത്തി ചെയ്തില്ലേ, ഭൂതങ്ങളെ പുറത്താക്കിയില്ലേ, രോഗികളെ സൗഖ്യമാക്കിയില്ലേ. യേശുവിടെ പറയുന്നുള്ള ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം യു ഹാവ് നെവർ ബീൻ ബോൺ അഗൈൻ. നിങ്ങളെ അറിഞ്ഞിട്ടില്ല. യു ഹാവ് നോട്ട് ബീൻ ബോൺ അഗൈൻ. നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഒന്നും അവരറിഞ്ഞിട്ട് തള്ളി പറഞ്ഞവരായിരിക്കും, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ വഴിയിൽ നിന്ന് മാറിപ്പോയവരായിരിക്കും, അല്ലെങ്കിൽ അവർ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ പിശാചിന്റെ തന്ത്രമായ കാര്യങ്ങളിൽ പെട്ട് ചിലതൊക്കെ ചെയ്ത്, ചിലതൊക്കെ കണ്ട്, ചിലതൊക്കെ കേട്ട് അവര് ചിന്തിച്ചു നമ്മളും സ്വർഗത്തിൽ പോകുന്നു. പോയില്ല. യേശുവിന് എന്നെ അറിയാം. ഇന്ന് രാത്രി അത് നിങ്ങളുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ മുട്ട നിൽക്കണം, പ്രാർത്ഥിക്കണം. അപ്പാ നീ റിയൽ ആണല്ലോ. എന്റെ ഉള്ളിൽ ആ ബോധ്യം വരണം. വെളിയിൽ എന്ത് നടന്നാലും നടന്നില്ലെങ്കിലും കൊള്ളാം, എനിക്കൊരു ഉറപ്പ് വേണം. ഞാൻ അങ്ങയുടേതാണ്, അങ്ങ് എന്റേതാണ്. ഐ എം മൈ ബിലവഡ് സൺ, മൈ ബിലവഡ് ഇസ്. ഞാൻ അങ്ങയുടേതാണ്. 2, അവന്റെ സാക്ഷ്യം എപ്പോഴും ആത്മീകമായിരിക്കും മുന്നോട്ട് കയറി വരുന്നത്. അവന്റെ സാക്ഷ്യം ആയിക്കോട്ടെ, അവന്റെ മക്കളെ കുറിച്ചുള്ള സാക്ഷ്യം ആയിക്കോട്ടെ, കുടുംബത്തെ കുറിച്ചുള്ള സാക്ഷ്യം ആയിക്കോട്ടെ, ആദ്യം വരുന്നത് ആത്മീകമായിരിക്കും. അത് വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിന്റെ അടയാളം. 3, വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കാനുള്ള ആഗ്രഹം. 1 പത്രോസ് 2:2. 4, അവൻ എപ്പോഴും ആരാധിക്കുന്നവനായിരിക്കും. എന്ന് വെച്ചാൽ എനിക്ക് എന്നാ കിട്ടുമെന്ന് നോക്കാനല്ല അവൻ ആരാധിക്കാൻ വരും. അവന്റെ ജീവിതം മുഴുവൻ എനിക്ക് യേശുവിന് എന്ത് കൊടുക്കാൻ സാധിക്കും, എനിക്ക് വേണ്ടി തന്റെ മുഴുവനെ മൂറ്റിത്തന്ന എന്റെ യേശുവിന് വേണ്ടി എനിക്ക് എന്ത് നൽകാൻ സാധിക്കും എന്ന മനോഭാവമുള്ളവനാണ് വർഷിപ്പർ. അതിന്റെ പേരാണ് ആരാധന. അവനാണ് ആരാധിക്കുന്നവൻ, വീണ്ടും ജനിച്ചവൻ ആരാധിക്കുന്നവൻ. ഞാൻ പറഞ്ഞു പിശാചിന് 3 കാര്യങ്ങൾ പേടിയാ. 1, പൂർണ്ണ വിശ്വാസം, ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ള ഉള്ളിലെ ഉറപ്പുണ്ടല്ലോ, അത് പിശാചിന് പേടിയാ. 2, ബാലൻസ്ഡ് ആയിട്ടുള്ള ദൈവ വചനത്തെ കുറിച്ചുള്ള ഗ്രാഹ്യം ഒരാൾക്ക് കിട്ടുന്നത് പിശാചിന് പേടിയാ. 3, ആരാധന.
അവന്റെ ബെസ്റ്റ് ദൈവത്തിന് ഒരുത്തൻ കൊടുക്കാൻ റെഡിയാണോ, അവനെ പിശാചിന് പേടി. ഈ 3 കാര്യങ്ങളാണ് പിശാച് ഒരാളെ വീഴ്ത്താൻ നോക്കുന്നത്. ഇവിടെ തന്നെയാണ് ഒരാൾ പിടിച്ചു നിൽക്കേണ്ടത്. ഈ ഞാനിപ്പോ പറഞ്ഞ 4 കാര്യങ്ങൾ. എക്സ്റ്റേണൽ വിൻഡിക്കേഷൻ വേണ്ട വീണ്ടും ജനിച്ച വ്യക്തിക്ക്. ആര് സർട്ടിഫൈ ചെയ്താലും സർട്ടിഫൈ ചെയ്താലും ആ വ്യക്തിക്ക് ഉള്ളിൽ അറിയാം, ഞാൻ വീണ്ടും ജനിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പൻ എന്നെ പേർ ചൊല്ലി വിളിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പൻ എന്നെ അറിയാം. എനിക്ക് എൻ്റെ അപ്പനെ അറിയാവുന്നുള്ളതല്ല, എൻ്റെ അപ്പന് എന്നെ അറിയാം. ഈ അവസാന നാളിൽ യേശുവിനോട് പറയുന്നവരെന്നെ അറിയാം, അവർക്ക് യേശുവിനെ അറിയാവുന്ന. യേശുവെ നമ്മള് കമ്പനിയല്ലേ, നമ്മള് നിന്റെ നാമത്തിലല്ലേ നമ്മൾ ഇതെല്ലാം ചെയ്തത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ല. വീണ്ടും ജനിച്ച ദൈവ പൈതൽ എന്ന് പറയുന്നത് യേശു തിരിച്ചറിഞ്ഞവൻ. ഞാൻ യേശുവിനെ അറിയുന്ന എന്നാ മിക്കവാറും പേര് ഞങ്ങൾ യേശുവിനെ അറിഞ്ഞോണ്ട് യേശുവിനെ ഞാൻ അറിയുന്നതല്ല, യേശു എന്നെ അറിയുന്നതാ യഥാർത്ഥ വീണ്ടും ജനനം. ഈ അകത്തെ കോൺഫിഡൻസ് എന്നാന്ന് ഞാൻ പറയാം. യേശുവിന് എന്നെ അറിയാം എന്ന കോൺഫിഡൻസ് അകത്ത് വരുന്നില്ലെങ്കിൽ ചെക്ക് യുവർ സാൽവേഷൻ. അവിടെയാണ് മാറ്റം വരുന്നത്. 2, സ്പിരിച്വൽ ആയിരിക്കും ടെസ്റ്റിമണി. അനുഭവങ്ങൾ എപ്പോഴും സ്പിരിച്വൽ. ഞാൻ തന്നെ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ ലഭിച്ചോ എന്നാണ് പൗലോസ് ചോദിച്ചു. നിങ്ങൾ വിശ്വസിച്ചതിന് ശേഷം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു? ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു കുഞ്ഞിലെ ചിലര് സാക്ഷ്യം, ഞാൻ രക്ഷിക്കപ്പെട്ടു, വീണ്ടും ജനനം പ്രാപിച്ചു, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചു എന്നുള്ളത് വലിയൊരു സാക്ഷ്യമായിട്ട് പറയും. ഇന്ന് ഹാർഡ്ലി വി ഹിയർ ഇറ്റ്. ഹാർഡ്ലി, എവിടെയില്ല. ഇന്നത്തെ സാക്ഷ്യം മുഴുവൻ ഭൗതികം. അവിടെ തന്നെ there is an important question, is it real born again? 3, വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കാനുള്ള ആഗ്രഹം. പ്രസംഗമല്ല. ഈ വചനത്തോട് നമുക്കൊരു കൊതി വരുന്നില്ലെങ്കിൽ ഒന്നും വീണ്ടും ജനിച്ചിട്ടില്ല, അല്ലെങ്കിൽ വീണ്ടും ജനിച്ചതിന് ശേഷം പിശാച് ഭൗതികത്തെ ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് കുഴപ്പി നമ്മളെ ഒരു പരുവാക്കി വചനത്തിൽ നിന്ന് മാറ്റി. അത് അവന്റെ ഏറ്റവും വലിയ അടവാണ്. 4, he will be a worshipper. ഏറ്റവും ബെസ്റ്റ് കൊടുക്കുന്നവനാ, എന്നെ കിട്ടുമെന്ന് നോക്കുന്നവനല്ല. he will be a worshipper. ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി ഈ വചനം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഇനി ഞാൻ ഒരു കാര്യത്തിനൂടെ മറുപടി പറയാം. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നടക്കുന്ന ഒരു വീണ്ടും ജനിച്ച വിശ്വാസിയുടെ ജീവിതത്തിൽ മുഴുവൻ കാര്യവും അവന്റെ കാലേ വന്നു വീഴും. നന്മയും കരുണയും അവന്റെ ആയുഷ്കാലം ഒക്കെയും അവനെ പിന്തുടരും. അവൻ അതിനെ പിന്തുടരത്തില്ല, അവൻ യേശുവിനെ പിന്തുടരും.